ഹായ് ഹലോ അസ്സാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? ഞാനിന്നേ ബ്ലൗസ് അളവെടുക്കണത് കാണിച്ചു തരട്ടെ. ഒരുപാട് പേർക്ക് സംശയങ്ങളുള്ള കാര്യമാണ് ബ്ലൗസ് അളവെടുക്കുമ്പോൾ ഏതൊക്കെ ഭാഗങ്ങൾ അളവെടുക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് നോക്കൂ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒരു ബോഡിയൊക്കെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. വരക്കാനൊന്നും എനിക്കറിയില്ല കേട്ടോ. എങ്കിലും ഞാനൊരു ബ്ലൗസിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് വരച്ചെടുക്കട്ടെ. ബ്ലൗസിൻ്റെ ഷേപ്പല്ല, ഒരാളുടെ ഷേപ്പ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ബോഡിയിൽ നിന്ന് അളവെടുക്കുന്നതാണ് കേട്ടോ ഞാൻ കാണിക്കണം. ബ്ലൗസിൽ നിന്ന് അളവെടുക്കുന്നതല്ല. ബോഡിയിൽ നിന്ന് അളവെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഒരാളെ വരച്ചിട്ടുണ്ട്, ഒരാളുടെ പകുതിയെ വരച്ചിട്ടുള്ളൂ, അത്രയും മതിയല്ലോ ബ്ലൗസിന്. അപ്പോൾ നമുക്ക് ബ്ലൗസിൻ്റെ ലെങ്ത്താണ് എടുക്കേണ്ടത്. അപ്പോൾ ഇറക്കം എത്ര വേണമെന്ന് വെച്ചാൽ ബോഡിയിൽ നിന്ന് അളവെടുക്കുക. അപ്പോൾ അത് ഓരോരുത്തരുടെ വലിപ്പം അനുസരിച്ച്, അതായത് ഹൈറ്റ് അനുസരിച്ച് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ ഒരു 16 എഴുതിയേക്കുന്നത്. അത് ബാക്ക് സൈഡിൽ നിന്ന് തന്നെ എടുക്കണം കേട്ടോ, ഫ്രണ്ടിൽ നിന്ന് എടുക്കരുത്. ബാക്ക് സൈഡ് തന്നെ എടുക്കണം. ഷോൾഡറിൽ നിന്ന് എത്രത്തോളം ഇറക്കം വരണം എന്ന് വെച്ചാൽ അത്രയും തന്നെ എടുക്കുക കേട്ടോ. ഇനി അടുത്തത് ഷോൾഡർ ടു ഷോൾഡർ, ഒരു ഷോൾഡറിൽ നിന്ന് മറ്റേ ഷോൾഡർ വരെയുള്ള അകലം, അത് നമ്മൾ കഴുത്തിൻ്റെ ബാക്ക് സൈഡിലൂടെയാണ് എടുക്കേണ്ടത്. മുടിയുടെ താഴെയായിട്ട്, അതായത് മുടി പൊക്കിയിട്ട് അതിലൂടെയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ആം ഹോൾ വരണില്ലേ, ആ ഭാഗം, അതായത് ബ്ലൗസ് ആണോ എന്താണെങ്കിലും ബോഡിയിൽ നിന്ന് അളവെടുക്കുമ്പോൾ ഇറങ്ങിപ്പോവോ കയറി പോവോ ചെയ്യരുത്. കറക്റ്റായിട്ട് ഒരു ഷോൾഡർ മുതൽ മറ്റേ ഷോൾഡർ വരെയുള്ള അളവ് ടേപ്പ് വെച്ച് അളന്നെടുക്കുക. അതും 15. അതും ഓരോരുത്തരുടെ ബോഡി അനുസരിച്ച് മാറ്റം വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ നിങ്ങളെ കാണിച്ച് തരണമെന്നേ ഉള്ളൂ. അളവെടുക്കണ മെത്തേഡ് കാണിച്ച് തരണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ നോക്കി, ലെങ്ത്ത് കൊടുത്തു, ഷോൾഡർ കൊടുത്തു. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ചെസ്റ്റ് അളവാണ്. നമ്മുടെ ഈ കക്ഷക്കുഴിയുടെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് നമ്മൾ ടേപ്പ് റൗണ്ടിൽ പിടിക്കുക. പുറകിൽ നിന്ന് മുമ്പിൽ വരെ പിടിച്ചിട്ട് ആ വണ്ണം എത്രയാണ്, അതാണ് ചെസ്റ്റ് വണ്ണം. ചെസ്റ്റ് അളവ് മസ്റ്റായിട്ട് വേണം, എന്നാലാണ് ബ്ലൗസ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതും അളവുകളിൽ വ്യത്യാസം ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒരു 30 ഇഞ്ച് എഴുതിയേ ഉള്ളൂ കേട്ടോ. അതായത് ഈ കക്ഷത്തിൽ നിന്ന് ഈ കക്ഷത്തിലേക്ക് റൗണ്ടിൽ, പുറകിലൂടെ ടേപ്പ് ഇട്ടിട്ട് റൗണ്ടിൽ. അടുത്തത് നമുക്ക് ബസ്റ്റ് അളവാണ്. അതായത് ബസ്റ്റിൻ്റെ മുകളിലൂടെ എടുക്കുന്ന അളവാണ്. അത് എടുക്കുമ്പോൾ വളരെ ടൈറ്റായിട്ടൊന്നും പിടിക്കരുത്. ഒരു സമാധാനത്തിൽ പിടിച്ചിട്ട് അളവെടുക്കുക. വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ചെസ്റ്റ് അളവിനേക്കാളും ഒരു 2 ഇഞ്ചോ ചിലപ്പോൾ 3 ഇഞ്ചോ ഓരോരുത്തരുടെ ബോഡി അളവ് അനുസരിച്ച് നമ്മുടെ അളവിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ചെസ്റ്റിനേക്കാളും ഓൾമോസ്റ്റ് ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ചൊക്കെ കൂടുതലാണ്. ഞാൻ 32 ഇഞ്ച് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് വേസ്റ്റ് അളവ്. നമ്മുടെ ബ്ലൗസിൻ്റെ ഏറ്റവും താഴ്ഭാഗം, അതായത് വയറിൻ്റെ ഭാഗത്തുള്ള അളവാണ് എടുക്കേണ്ടത്. അത് നല്ല ടൈറ്റായിട്ട് തന്നെ എടുക്കുക കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൗസ് നല്ല കറക്റ്റായിട്ട് ഇരിക്കണമെങ്കിൽ അവിടെ ടൈറ്റായിട്ട് ഇരിക്കണം. മോഡൽ ലൂസായിരുന്നിട്ടുണ്ടെങ്കിൽ ബാക്ക് സൈഡ് പൊങ്ങിയൊക്കെ ഇരിക്കാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ വേസ്റ്റ് അളവും നമ്മൾ റൗണ്ടിലൂടെ തന്നെ ടേപ്പ് പിടിച്ചിട്ട്, അപ്പോൾ ചെസ്റ്റും ബസ്റ്റും വേസ്റ്റും ടേപ്പ് റൗണ്ടിലൂടെ പിടിച്ച്, അതായത് ബാക്ക് സൈഡിലൂടെ പിടിച്ച് ഫ്രണ്ടിൽ അളവെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വേസ്റ്റ് ഞാൻ 28 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ലെങ്ത്ത് എടുത്ത്, ഷോൾഡർ എടുത്ത്, ചെസ്റ്റ്, ബസ്റ്റ്, വേസ്റ്റ്, ഈ ഇത്ര അളവുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി എടുക്കാനുണ്ട് കേട്ടോ. ബ്ലൗസിനാകുമ്പോൾ കുറേ അളവുകൾ വേണം. എല്ലാ അളവും കൂടെ കറക്റ്റ് ആയാലാണ് നമുക്ക് ഒരു ബ്ലൗസിൻ്റെ കറക്റ്റ് അളവ് കിട്ടുള്ളൂ. ഇനി നമുക്ക് സ്ലീവ് ലെങ്ത്താണ്. ഇപ്പോൾ ഫാഷനായിട്ട് വരുന്നത് നമുക്ക് എൽബോ സ്ലീവ് ആണല്ലോ, മുട്ടിന് മുകളിലായിട്ട് നിൽക്കുന്ന സ്ലീവ് ആണല്ലോ. ആ അളവെടുക്കുക. അത് 11, 10, 11 ഓരോരുത്തരുടെ കയ്യിൽ ലെങ്ത്ത് അനുസരിച്ച് മാറ്റം വന്നിരിക്കും. ഞാനിപ്പോൾ ഒരു 10 ഇഞ്ചാണ് എഴുതിയിട്ടുള്ളത്. 10 ഇഞ്ച് ഇറക്കും. പിന്നെ ഈ കൈയിൻ്റെ ഏറ്റവും എൻഡ് ഭാഗത്തുള്ള വണ്ണം ഉണ്ടല്ലോ, സ്ലീവ് റൗണ്ട്, അതും അളന്നെടുക്കുക കേട്ടോ. ബോഡിയിൽ നിന്ന് തന്നെ അളവെടുക്കുക. അപ്പോൾ ബോഡിയിൽ നിന്ന് അളവെടുക്കുമ്പോൾ എത്രയാണ് കിട്ടണതെന്ന് വെച്ചാൽ അതും ആ റൗണ്ടിൽ നമ്മൾ ടേപ്പ് പിടിച്ചിട്ട് അളവെടുത്തിട്ട് അതും എഴുതി വെക്കുക കേട്ടോ. ഇനി അടുത്തത് നമ്മൾ എടുക്കേണ്ടത് ആം ഹോളാണ്. ആം ഹോൾ നമ്മുടെ കക്ഷത്തിലൂടെ ടേപ്പ് വെച്ചിട്ട് മോൾ ഭാഗത്ത്, ഇവിടെ ഈ കക്ഷത്തിലൂടെ ടൈറ്റായിട്ട് തന്നെ നമ്മൾ ടേപ്പ് പിടിക്കണം കേട്ടോ. എന്നാലാണ് അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ആം ഹോൾ എത്രയാണെന്ന് വെച്ചാൽ അതും നമുക്ക് എഴുതി വെക്കാം. റൗണ്ടിൽ തന്നെയാണ് എടുക്കേണ്ടത്, അതായത് കൈയിൻ്റെ വട്ടത്തിൽ റൗണ്ടിൽ ഇങ്ങനെ അളവെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി അടുത്തത് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? നമുക്ക് ബോഡി ലെങ്ത്ത് വേണം, അതായത് ബസ്റ്റ് ലെങ്ത്ത്. നമ്മുടെ ഷോൾഡറിൽ നിന്ന് നിപ്പിൾ പോയിൻ്റ് വരെയുള്ള ഇറക്കം, അതായത് നമ്മുടെ പോയിൻ്റ് ലെങ്ത്ത് എത്രയാണെന്ന് നോക്കുക. അതിപ്പോൾ നമ്മൾ കസ്റ്റമറുടെ ആണെങ്കിലും കറക്റ്റായിട്ട് നോക്കുക. പിന്നെ കസ്റ്റമർ ബ്ലൗസിന് അളവെടുക്കാൻ ബോഡിയിൽ നിന്നാണ് അളവെടുക്കണമെങ്കിൽ സ്പോർട്സ് ബ്രാ ഇട്ടിട്ട് ഒരിക്കലും നിങ്ങൾ അളവെടുക്കരുത് കേട്ടോ.
വ്യത്യാസം വരും. ഞാനിപ്പോൾ ബെസ്റ്റ് പോയിൻറ്റ് 9 ഇഞ്ചാണ് ഇട്ടേക്കണത്. മുകളിൽ നിന്ന് ഷോൾഡറിൽ നിന്ന് ബെസ്റ്റിലേക്കുള്ള ഇറക്കം. ഇനി അടുത്തത് ഒരു നിപ്പിളിൽ നിന്ന് അടുത്ത നിപ്പിൾ വരെയുള്ള അകലമാണ് നമുക്ക് എടുക്കേണ്ടത്. അത് നമുക്ക് കറക്റ്റ് ബ്രേസർ ഇട്ടാൽ മാത്രമാണ് കേട്ടോ അകലമൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ അകലം എടുക്കാനായിട്ട് നിപ്പിളിൽ നിന്ന് നിപ്പിൾ വരെ അളക്കണം എന്നില്ല. നമ്മുടെ ഈ നടുഭാഗം ഉണ്ടല്ലോ, നമുക്ക് ബ്രേസറിൽ ഇങ്ങനെ പതുക്കെ വിരൽ വെച്ച് ടച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നടുഭാഗം കറക്റ്റായിട്ട് കിട്ടും. ആ നടുഭാഗത്ത് നിന്ന് ഒരു നിപ്പിളിലേക്കുള്ള അകലമാണ് എടുക്കേണ്ടത്. പിന്നെ എല്ലാ അളവുകളും എടുക്കുമ്പോഴും ബ്ലൗസിൻ്റെ എല്ലാ അളവുകളും എടുക്കുമ്പോഴും നിങ്ങൾ വലത്ത് സൈഡ് തന്നെ അളവെടുക്കാൻ ശ്രമിക്കട്ടെ. എന്ന് വെച്ചാൽ ഇടത്ത് സൈഡ് ക്രമേണ ഇത്തിരി ചെറുതായിരിക്കും, വലത്ത് സൈഡ് കുറച്ച് ഒരിത്തിരി വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ വലത്ത് സൈഡ് അളവെടുക്കുകയാണെങ്കിൽ ഇടത്ത് സൈഡിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇടത്ത് സൈഡ് അളവെടുത്ത് തയ്ച്ചിട്ടുണ്ടെങ്കിൽ വലത്ത് സൈഡ് ടൈറ്റായി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ഡൗൺ പോയിൻ്റ് ആണ്. അതായത് പോയിൻറ്റിൽ നിന്ന് ബ്ലൗസിൻ്റെ ഇറക്കം വരെയല്ല, നമ്മുടെ ബെസ്റ്റിൻ്റെ ഇറക്കം കറക്റ്റായിട്ട് ബെസ്റ്റ് എവിടം വരെ ഉണ്ട് അതുവരെയുള്ള ഇറക്കം ഞാനിപ്പോൾ ഒരു 3 ഇഞ്ചാണ് എഴുതിയേക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ ബെസ്റ്റ് ലെങ്ത്ത്, ബെസ്റ്റ് പോയിൻ്റ്, പോയിൻ്റ് ടു പോയിൻ്റ്, ഡൗൺ പോയിൻ്റ്, ഇത്ര 3 അളവുകൾ നമ്മൾ ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് എന്താ വേണ്ടത്? നെക്കാണ് അളവെടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അളവെടുക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവണ്ടല്ലോ അല്ലേ? ഇനി അടുത്തത് നെക്കാണ് അളവെടുക്കണം. നമ്മുടെ ക്ലാസ് ഉണ്ട് കേട്ടോ, ഓൺലൈനായിട്ട് ഞാൻ തയ്യൽ പഠിപ്പിക്കുന്നുണ്ട്. അതിന് ഞാൻ ബൊമ്മയിൽ ഇങ്ങനെ അളവെടുത്തൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ ഇതായി കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ നോക്കി, കഴുത്ത് നമുക്ക് ഫ്രണ്ടിനൊക്കെ എത്രത്തോളം ഇറക്കം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഏത് ഷേപ്പ് വേണമെന്ന് വെച്ചാൽ അത് നമുക്ക് ഇതാ ഇങ്ങനെ ബോഡിയിൽ നിന്ന് തന്നെ അളവെടുക്കാം. എത്ര ഇഞ്ച് ഇറക്കം വേണമെന്ന് വെച്ചാൽ അതെടുക്കാം. ഇനി ബാക്ക് നെക്കും എത്ര ഇഞ്ച് വേണമെന്ന് വെച്ചാൽ അതെടുക്കാം. പിന്നെ ഷോൾഡർ നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ബോഡിയിൽ നിന്ന് ഫുള്ളായിട്ടുള്ള ഷോൾഡറാണ് എടുത്തേക്കണത്. അത് കഴുത്തിൻ്റെ ഇറക്കം അനുസരിച്ച് നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ ഞാനിപ്പോൾ കാണിച്ചു തരണില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാൽക്കുലേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഞാൻ അടുത്ത വീഡിയോ കാൽക്കുലേഷനായിട്ട് വരാം കേട്ടോ. ഇനി ഷോൾഡർ സ്പേസ് ആണ് വേണ്ടത്. അതായത് കഴുത്തിൻ്റെ അകലം അനുസരിച്ച് ഷോൾഡർ സ്പേസ് വീതി കുറഞ്ഞും കൂടിയിരിക്കും. ചിലർക്ക് വീതി കൂടിയിരിക്കണം ആ ഭാഗത്ത്, ചിലർക്ക് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ 2 ഇഞ്ചോ 2.5 ഇഞ്ചോ അങ്ങനെ കസ്റ്റമർ പറയണ അനുസരിച്ച് നമുക്ക് ഷോൾഡർ സ്പേസ് കൊടുക്കാം. അപ്പോൾ അളവെടുക്കണ കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പം ഇനി അടുത്തത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ കാൽക്കുലേഷനായിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അടിപൊളിയായിട്ട് തയ്യൽ പഠിപ്പിച്ച് തരും കേട്ടോ. അപ്പോൾ താങ്ക് യു.